ലോക രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു ജോൺ എഫ് കെന്നഡി. അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് നാവികസേനയിൽ കമാൻഡറായി അദ്ദേഹം ജോലിയെടുത്തിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോളമൻ ദ്വീപുകളിൽ നിലയുറപ്പിച്ചിരുന്ന ഒരു പെട്രോളിംഗ് ടോർപിഡോ ബോട്ടായ PT-109 നയിച്ചത് ഈ ജോൺ എഫ് കെന്നഡി ആയിരുന്നു. 1943 ഓഗസ്റ്റ് 2 ഒരു ജാപ്പനീസ് ഡിസ്ട്രോയർ ബോട്ടിലിടിച്ച് അത് രണ്ടായി പിളർന്നുപോയി. 2 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. കെന്നഡിയും 10 പേരും മാത്രമാണ് അന്ന് പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. മുതുകിന് പരിക്കേറ്റിട്ടും കെന്നഡി ഗുരുതരമായി പൊള്ളലേറ്റ ഒരു സഹപ്രവർത്തകനെ ലൈഫ് ജാക്കറ്റ് സ്ട്രാപ്പ് മുറുകെ പിടിച്ചുകൊണ്ട് മണിക്കൂറുകളോളം നീന്തി ഒരു ചെറിയ ദ്വീപിലെത്തിച്ചേർന്നു. പ്രതീക്ഷ അറ്റുപോകുന്ന നിമിഷങ്ങളിലും കെന്നഡി മറ്റുള്ള ആളുകൾക്ക് പ്രത്യാശ പകർന്നു. മരണത്തിൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു അവർ. തേങ്ങ കഴിച്ചാണ് ഇവരൊക്കെ ജീവൻ നിലനിർത്തിയത്. അപ്പോൾ 6 ദുഷ്കരമായ ദിവസങ്ങൾക്ക് ശേഷം ബുദ്ധിപൂർവമായ ചില നീക്കങ്ങളിലൂടെ സഖ്യസേനയെ കെന്നഡിക്ക് വിവരമറിയിക്കാൻ കഴിഞ്ഞു. നല്ല നേതാവിൻ്റെ ഗുണങ്ങളാണ് കെന്നഡി അന്ന് അടിവരയിട്ട് കാണിച്ചു കൊടുത്തത്. നിസ്വാർത്ഥത, പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുക, ഈ ഗുണങ്ങളൊക്കെ ജോൺ എഫ് കെന്നഡി അന്ന് യുദ്ധമുഖത്ത് കാണിച്ചു. സ്വന്തം സുരക്ഷയേക്കാൾ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുടെ ജീവന് അദ്ദേഹം മുൻഗണന കൊടുത്തു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഈ സംഭവമാണ് കെന്നഡിക്ക് വോട്ടുകളുടെ കൂന നൽകിയത്. നല്ല നേതാക്കൾ മുന്നിൽ നിന്ന് നയിക്കും, മാത്രമല്ല അവർ കഠിനാധ്വാനികളും സഹനശേഷിയുള്ളവരുമാകും. അതേസമയം മോശപ്പെട്ട നേതാക്കന്മാരാണോ പിന്നാമ്പുറത്തൊളിക്കും എന്ന് മാത്രമല്ല ഉഴപ്പന്മാരായിരിക്കും. ഉഴപ്പന്മാരും ഉടായിപ്പുകളുമായിരിക്കും. മറ്റുള്ളവരെ പ്രത്യാശ കെടാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ മുന്നിൽ നിന്ന് തന്നെ നയിക്കണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മവിശ്വാസം കൈവിടാനും പാടില്ല. കഠിനാധ്വാനം വേണം താനും. ഇതാണൊരു നല്ല നേതാവിൻ്റെ ഗുണം. നല്ല ലീഡർ, ഈസ് എ ലീഡർ എന്ന് ജോൺ എഫ് കെന്നഡിയെക്കുറിച്ച് ആളുകൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ. ആരാണ് ലീഡർ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. മുന്നിൽ നിന്ന് നയിക്കുന്നവൻ, പ്രത്യാശ കൈവിടാത്തവൻ, കഠിനാധ്വാനി.